നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ സൈക്കോളജിസ്റ്റ് ഒഴിവ്. മെയ് 25-ന് അഭിമുഖം. ഗവൺമെന്റ് വുമൺസ് കോളേജ് തിരുവനന്തപുരം 2026-27 അധ്യയന വർഷത്തേക്കുള്ള ജീവനി കോളേജ് സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. നിയമനത്തിനായുള്ള അഭിമുഖം മെയ് 25-ന് നടക്കും. യോഗ്യത താഴെ പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ MA അല്ലെങ്കിൽ MSc ബിരുദാനന്തര ബിരുദം നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി. അഭിലഷണീയ യോഗ്യതകൾ: ജീവനി പദ്ധതിയിലെ പ്രവൃത്തി പരിചയം, ക്ലിനിക്കൽ കൗൺസിലിംഗ് മേഖലയിലെ പ്രവൃത്തി പരിചയം. അധിക വിദ്യാഭ്യാസ യോഗ്യത: അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള കൗൺസിലിംഗ് ഡിപ്ലോമ. അഭിമുഖ വിശദാംശങ്ങൾ: തീയതി മെയ് 25, 2026. സമയം രാവിലെ 11 മണി. വേദി തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജ്. ഹാജരാക്കേണ്ട രേഖകൾ: ഉദ്യോഗാർത്ഥികൾ താഴെ പറയുന്ന രേഖകളുടെ അസൽ കോപ്പികളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് എത്തണം. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ജനന തീയതി തെളിയിക്കുന്ന രേഖകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ, മേഖലാ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ രേഖകൾ. അധിക യോഗ്യത: കൗൺസിലിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ. ജീവനി മെൻ്റൽ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ പിന്തുണ ഉറപ്പാക്കുന്നതിനായാണ് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനം നടത്തുന്നത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സമയബന്ധിതമായി അഭിമുഖത്തിന് ഹാജരാകണമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.